ഇതാണ് നമ്മുടെ കാലും ചൂടില്ല കേട്ടോ. അതേ ഇതുണ്ടോ വാഴയും പാർപ്പോടെ നിൽക്കുന്നുണ്ട് എന്നോ. ഇതാണ് അവിടെ വാള ഏകദേശം ഒരു കിലോ കേട്ടോ. സൂപ്പർ വാളയാ. അതാണ് അടി. അവരെ ഉപ്പും പുളിയും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര എരിവുണ്ട്. ഹലോ, അപ്പോൾ നമ്മളിന്ന് വാള പിടിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ. വാള പിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ടോ, സ്പൂൺ ലിവറാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. സ്പൂൺ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ഒരു സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളിത് കണ്ടറിയാം. ഇത് കണ്ടോ, ഒരു സ്റ്റീൽ ഒരു ചെറിയൊരു സ്റ്റീൽ സ്പൂണ് തന്നെ. സ്പൂൺ അതിൻ്റെ ഒരു പീസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിയിലൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രിപ്പിൾ ഹുക്കും കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഹുക്ക്. ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ വാളയ്ക്ക് ഉപയോഗിക്കത്തുള്ളൂ. ഇതിട്ടിട്ട് വെള്ളത്തിലിട്ട്, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിട്ടിട്ട് ഈ റോഡും റീലും ഇല്ലാതെ ഇത് ചുമ്മാ വെള്ളത്തിൽ ചൂണ്ടേക്കോർത്ത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മീൻ അടിക്കത്തില്ല. ഇത് എറിഞ്ഞിട്ട് നമ്മൾ വലിക്കണം. അതായത് ഇതിന് മൂവ്മെൻറ്റ് കിട്ടണം. ആ മൂവ്മെൻറ്റ് മാത്രമേ ഇത് അടിക്കത്തുള്ളൂ. അതായത് ഇത് നമ്മൾ വലിക്കുമ്പോൾ ഇങ്ങനെ പരല് വരുന്ന പോലെ ഇങ്ങനെ പാളിപ്പാളി വരും. യൂഷ്വൽ ഒരു മീനല്ല, ഒരു വയ്യാത്ത മീൻ വരുന്ന പോലെ ഇത് വരും. അപ്പോൾ ആ സമയത്താണ് വാള കയറി അടിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ പുറത്ത് നമ്മൾ തീറ്റി കോർക്കുകയോ അല്ലെങ്കിൽ വേറെ മത്തിയോ കോഴിക്കോടലോ ഒന്നും കോർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു ലീഡർ ലൈൻ ഇട്ടിട്ടുണ്ട്. ലീഡർ ലൈൻ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാളയുടെ പല്ല് കണ്ടാൽ നിങ്ങൾക്കറിയാം. അത് പല്ല് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിക്കും. അതായത് വലിയ മീനൊക്കെ അടിക്കുന്നതെങ്കിൽ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലീഡർ ലൈൻ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റോഡെന്ന് പറയുന്നത്, റോഡിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ഹൺഫിഷിൻ്റെ കോമ്പസ് എന്ന് പറയുന്ന ഒരു 7 ഫീറ്റ് റോഡാണിത് വരുന്നത്. ഇത് ഏകദേശം ഒരു 1700 രൂപയ്ക്ക് ഇതിൻ്റെ വില വരുന്നുള്ളൂ. അത്യാവശ്യം നല്ലൊരു റോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ വാകയും പിടിച്ചു, അതുപോലെ തന്നെ വാളയും പിടിച്ചു. ചെറുമീൻ മാത്രം നമ്മളിത് പിടിച്ചില്ല. വാഹയും നല്ലൊരു വാകയും പിടിച്ചത്, വാളയും 2-3 നമ്മളിപ്പോൾ ഇതിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാം, അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. പിന്നെ ഇത് ബാക്കി ഇതിൻ്റെ ഈ ടാക്കിൾസിൻ്റെ കാര്യത്തിൽ, അതായത് നമ്മൾ ഫിഷിംഗ് ടാക്കിൾസിൻ്റെ കാര്യത്തിൽ ഒരെണ്ണത്തിൻ്റെ കാര്യത്തിൽ പോലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയും കൂടെ പോലെ ഇരിക്കും ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ റോഡൊക്കെ എടുക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ ആയിട്ടുള്ള ആളുകളൊന്നും എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. തുടക്കം മീൻപിടുത്തത്തിൻ്റെയൊക്കെ തുടക്കമൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇതുപോലത്തെ ഒരു റോഡ് എടുക്കാനാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു റോഡാണ്, നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം സിമ്പിൾ, വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച ടെറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ, ടെറി ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ടെറിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് മീൻ അടിച്ചു കഴിഞ്ഞാൽ ടെറി പറയുന്ന പോലെ മീൻ വരത്തുള്ളൂ. പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും മീൻ കുറച്ചുകൂടെയൊക്കെ വഴയും കൊടുക്കും. അതായത് നമ്മൾ ഫിഷിങ് എൻജോയ് ചെയ്ത് പിടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം ഉപയോഗിക്കാവുന്നതാണ്. ഫിഷിങ് ഇപ്പോൾ എൻജോയ് ചെയ്ത്, അതായത് മീനെ പിടിക്കുന്ന കുറച്ച് ഫീൽ ചെയ്ത്, നമ്മളൊരു അൾട്രാലൈറ്റ് പോലെയൊക്കെ, ഹെവി മീൻ അടിച്ചാൽ അൾട്രാലൈറ്റ് പോലെയൊക്കെ നമുക്ക് വാളയൊക്കെ പിടിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൽ നല്ല വെയിറ്റിലുള്ള സാധനം നമുക്ക് കാസ്റ്റ് ചെയ്യാനും പറ്റും. നല്ല വെയിറ്റുള്ള ലൂറുകൾ കാസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു സംഭവമാണിത്. അതുപോലെ തന്നെ സ്പൂൺ ലൂറ് കണ്ടല്ലോ, ഈ സാധനം കണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ വാള പിടിക്കുന്നത്. വാളയും വാകയൊക്കെ അടിക്കും. അതെല്ലാം നിങ്ങൾക്ക് വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പം എല്ലാം പോയി കാണുക. ഞാൻ ഇത്രയും പറഞ്ഞത് പല ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഒറിജിനലാണോ എന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ മുഖത്ത് പോയി ചോദിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ഇതിനകത്ത് നമ്മളൊരു മായവും ഒരു മന്ത്രവും കാണിക്കുകയില്ല. നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മീൻ പിടിക്കുന്നത്. അല്ലാതെ നമ്മളൊരു സ്ക്രിപ്റ്റ് കൊടുത്താൽ മനുഷ്യൻ അഭിനയിക്കത്തില്ല. സ്ക്രിപ്റ്റ് കൊടുത്താൽ ഞാൻ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളപ്പോൾ തന്നെ അറിയാം, മനുഷ്യർക്ക് പോലും അത്രയും വ്യക്തമായിട്ട് അഭിനയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ വലിയ മീനുകളെ കൊണ്ട് അഭിനയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സംഭവം. ഇതിന് ഏകദേശം ഇത്രയും സെറ്റിന് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 10,000-4,000 രൂപയ്ക്ക് അടുത്താവും. എന്തായാലും നിങ്ങൾ നേരെ വീഡിയോയിലേക്ക് പോവാം, വീഡിയോ കാണുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇതുപോലെ മീൻ പിടിക്കാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. അല്ലാത്ത ആരും ഇതൊന്നും മേടിക്കരുത്. മേടിച്ച് കഴിഞ്ഞാൽ വെറുതെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. റീല് ഷിമാനോ എഫക്ട്സ് ആണ്. ഞാനിപ്പോൾ 2-3 എങ്ങോട്ടാണ് ഈ റീല് മേടിക്കുന്നത് കേട്ടോ. വളരെ നല്ല റീലാണ്. പക്ഷേ എൻ്റെ കയ്യിലേയും പിന്നെ ഇതിൻ്റെ യൂസ് കൊണ്ടും ഒക്കെ പല പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ 2-3 റീലുകൾ വേറെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് വിശ്വാസമുള്ള റീലാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അവിടെ നിന്ന് പറയുന്നോണേ. എവിടെയാ?
പിന്നാടിയാ കടിച്ചത്. ശരി പൊന്നു. ലൈൻ ഒരു ചക്രം ടൈറ്റ് ആക്കാനുണ്ട്. അടിപൊളി. കീറി ഒന്നടിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ വലിയ വാളയാണ്. വാളയാടാ അവനെ കൂട്ടാവുന്ന മാറിക്കോടാ. ശകലെ കൂട്ടൊന്ന് മാറിയത്. അയ്യോ പോകും തോന്നുന്നു. മാറിക്കട ആടി. ഉയ്യോ ഇത് കേട്ടോ, കറക്റ്റ് ലൈനിൽ നിന്ന് വിട്ടുപോയി കേട്ടോ സാധനം. ഓക്കെ, നമ്മുടെ സ്പൂണിൽ നിന്ന് ആ സാധനം വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, വാള കണ്ടോ. എൻ്റെ പൊന്ന് മോനെ, നമുക്ക് ഡയറക്റ്റ് കയറി പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അമ്മാതിരി ഐറ്റമാണ്. ഡയറക്റ്റ് കയറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് പണി കിട്ടും. ഓക്കെ കണ്ടോ, മാത്രം കണ്ടോ. എങ്ങനെ കളിച്ചാലും ഒരു 1.5 കിലോ 2 കിലോ. എന്നാ ഉണ്ട് കിട്ടി. എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടുത്തെ വാദിക്കുന്നത് എങ്ങനെയുണ്ട്? എന്തോ എടാ ഈ ക്യാമറ ഒന്ന് പിടിക്കാമോ? നീ ഇങ്ങോട്ട് വരാമോ? ഇതിപ്പോൾ റോഡ് അതേ ചോട്ടല്ലേ. ഒരു ഡിപ്പറിൻ്റെ സാധനം ഊരിപ്പോയതാ കേട്ടോ. നോക്കിയേ, മീനെ കണ്ടല്ലോ. കാണിച്ചടാ, ഇതാണ് നമ്മുടെ മീൻ. അത്യാവശ്യം എൻ്റെ നീളം തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ദിവസങ്ങളിൽ കിട്ടിയ ഒരു 3-4 എണ്ണം ഈ സെയിം സൈസ് തന്നെയാണ് കേട്ടോ. കാണിച്ചേ ഉണ്ടോ? ഓക്കെ, സെറ്റല്ലേ? ഇതിൻ്റെ ദേഹത്തെല്ലാം ചെളിയായി. ഓക്കെ, ഇതാണ് നമ്മുടെ വാള. നേരെ പിടിച്ച് ഇതാട്ടോ വാള. പെട്ടെന്നുള്ള അടിയായിരുന്നു. അവൻ വെള്ളത്തിൻ്റെ മേളിൽ വന്നിട്ട് അടിക്കുമായിരുന്നു കേട്ടോ. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരടിയായിരുന്നു. അവൻ്റെ വായൊക്കെ ഉണ്ടാവും കേട്ടോ. ഇഷ്ടംപോലെ പല്ലാണ്. അഞ്ഞേ പല്ല കേട്ടോ, അഞ്ഞേ പല്ല്. ഒരു ഹൺഫിഷിൻ്റെ കോമ്പസ് എന്ന് പറയുന്ന റോഡല്ല അടിച്ചേക്കുന്നത്. ഷിമാനോ FXൻ്റെ റീല്. അതുപോലെ തന്നെ നമ്മുടെ ഇത് കേട്ടോ, സ്പൂണ്. ഇത്രയും സാധനം കേട്ടോ കേട്ടോ. ഇത്ര ഇതിലാണ് അടിച്ചേക്കുന്നത്. ഇത്ര ചെറിയൊരു ഹുക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും സാധനം കയറിയിട്ടുണ്ട്. നമുക്ക് തന്നെ വലക്കകത്തേക്ക് മാറ്റിയേക്കാം. ഓക്കെ, നമ്മുടെ വാള കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ കൂട്ടുകാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവനെ അറിയാമല്ലോ അല്ലേ? ഇങ്ങോട്ട് മാറി തരാം, വെട്ടം കാണത്തില്ലായിരിക്കും. എന്താ വേറെങ്ങനെയാ നന്ദു? യെസ്. അപ്പോൾ സൈഡിൽ നിന്നുള്ള പെട്ടെന്നുള്ള അടിയായിരുന്നു കേട്ടോ. വളരെ ചെറിയൊരു ഹുക്ക് വരുന്നു. നല്ല ഭായം കൊണ്ടാണ് എന്തായാലും കയറിയത്. അതിൽ അടുത്തതിന് കാസ്റ്റ് ചെയ്യാം. അതാണ് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചേ ഇങ്ങനെ അടിച്ച് ഇങ്ങോട്ട് വരും കേട്ടോ. ശക്കലം ഡ്രാഗ് ഒന്ന് ടൈറ്റ് ചെയ്തോട്ടെ. അത്യാവശ്യം നല്ല മീനാണ് കേട്ടോ. നല്ല മീനാണ് നമുക്ക് തോന്നുന്നത്. കയറുമോയെന്ന് അറിയത്തില്ല. റോഡ് നല്ലപോലെ വഴങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. റോഡ് നല്ലപോലെ വഴങ്ങി കൊടുക്കുന്നുണ്ട്. പിന്നെ
അയ്യോടാ അന്യം പിടുത്തം കേട്ടോ. ഇവിടെ അന്യം പിടുത്തം കൂടെ. ആ വളയാ വളയാ. അയ്യോ വള 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 വള. യെസ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ വാള നമുക്ക് പൊക്കിക്കയറ്റാമേ. എൻ്റെ അമ്മ കിടക്കുന്നൊരു വാള കയറി കേട്ടോ. ഇത് കൊണ്ടോ ചെറിയൊരു സാധനമേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ഹുക്കേ ഉള്ളായിരുന്നു കേട്ടോ. നമ്മൾ രക്ഷപ്പെട്ടേക്കും. അപ്പോൾ നമ്മുടെ ഹൺഫിഷിൻ്റെ കോമ്പസിൽ നമുക്ക് രണ്ടാമത്തെ മീൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ വന്നേക്കും കേട്ടോ. നമ്മൾ ഇവന് വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയാണ്. ഓക്കെ, നമ്മുടെ ഹുക്ക് ഇരിക്കുന്നുണ്ടോ, ചെറിയൊരു ഹുക്ക് മാത്രമേ ഉള്ളൂ. കേട്ടോ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞതാണ് ഇത് ഊരിപ്പോകാനുള്ള സാധ്യത എല്ലാം ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീനെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലാവും. നമ്മുടെ റീൽ കണ്ടല്ലോ, റോഡും റീലും കണ്ടല്ലോ, അത്യാവശ്യം ഈ ഒരു സൈസ്. നോക്കി ഒന്ന് ചെരിഞ്ഞ് കിടന്നാ നീ, ഒന്ന് ചെരിഞ്ഞ് കിടന്നത്. ഇത്ര ഒരു സൈസേ ഉള്ളൂ കേട്ടോ. ഇത്ര ഉള്ളൂ സൈസേ ഉള്ളൂ. കോമ്പസ് റോഡിലാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് വാളയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലൂറാണ്. ഇതിനെപ്പറ്റിയെല്ലാം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലീഡർ ലൈൻ കണ്ടോ, ചെറിയൊരു ലീഡർ ലൈനേ ഉള്ളൂ, ഒരുപാട് ലോങ് ആയിട്ടുള്ള ലീഡർ ലൈൻ ഒന്നുമില്ല. പിന്നെ നമ്മുടെ റോഡ് ഇത് കണ്ടോ, ഹൺഫിഷിൻ്റെ കോമ്പസ് റോഡ് നന്നായിട്ട് വഴങ്ങി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടിപ്പ് ഭയങ്കര കനക്കുറവ്, അതുകൊണ്ട് തന്നെ നല്ലപോലെ വഴങ്ങി കൊടുക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, റോഡെ തൂക്കിയാണ് നമ്മൾ മീനെ കയറ്റിയത്. പക്ഷെ എങ്ങനെയുണ്ട് ഫാൻ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി. അപ്പം ഇതാണ് നമ്മുടെ മീൻ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്തത് കാസ്റ്റ് ചെയ്യാം. എന്തോ അയ്യോടാ മീനടിച്ചത് പോയി. അടിച്ച് മോനെ, അതടിച്ചു. അയ്യേ, അതെന്തുകൂടെ ഇത്? വീണ്ടും അറിയാം കേട്ടോ. ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട്, പക്ഷെ അവൻ അടിക്കുന്നില്ല. എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ലൊക്കാലിറ്റിയിൽ എന്തായാലും നല്ല മീൻ നിൽപ്പുണ്ട്, പക്ഷെ അടിച്ച് കയറുന്നില്ല. അയ്യോ ആണ്ട്രാ, ഇവിടെ പിന്നെ അടിച്ചു. എന്നാണത്? ഇവിടെ എത്രാമത് അടിയാണ്? 3 അടി അടിച്ചു കേട്ടോ. അടുത്ത അടിക്കുവാനകത്താണ്, അടുത്ത ഒരു 2 എണ്ണത്തിന് അടിക്കുവാനകത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ എറിയുന്നതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ആ കാട്ടിലൊരു ചെറിയ മീനിൻ്റെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെയും ആ കാട് തന്നെ ചേർത്ത്, ആ സൈഡ് ചേർത്ത് നമ്മൾ ലൂറ് വലിച്ചു.
അന്നേരം ഞാൻ നോക്കുമായിരുന്നു, അവിടെ പിന്നെയും ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാലും അപ്പോൾ ആ സൈഡ് ചേർത്ത് തന്നെയാണ് നമ്മൾ വലിച്ചത്. അപ്പോൾ എനിക്ക് ഏകദേശം നിഴൽ കാണാം. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ഏകദേശം ഒരു നിഴൽ പോലെ എന്തോ ഒരു രൂപം അതുവഴി വരുന്നുണ്ട്. അത് നല്ല ഫോളോ തരുന്നുണ്ടായിരുന്നു കേട്ടോ. സ്പൂണിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അവിടെ നിന്ന് 1-2 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് എറിഞ്ഞു. ചേറുമീൻ പോലെയാണ് ആദ്യം എനിക്ക് അത്യാവശ്യം ഫീൽ ചെയ്തത്. എന്തായാലും ഞാൻ അവിടെ നിന്ന് ചെറുതായിട്ട്, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും, ചെറിയൊരു ഫോളോ കിട്ടി അവിടെ നിന്ന് അടിയില്ല. അപ്പോഴാണ് ആ മീൻ വെളിയിലോട്ട് വന്നത്. ഞാൻ ആ സാധനത്തിനെ കണ്ടത് കേട്ടോ. അത് വാഗയായിരുന്നു. വാഗയും കുറച്ച് കുഞ്ഞുങ്ങളും കൂടെയാണ് വന്നിരുന്നത് കേട്ടോ. വാഗപ്പാർപ്പ്, ഒരു വാഗപ്പാർപ്പായിരുന്നു കേട്ടോ. ദൈവമേ, ഇവിടെ എന്താ വാളയാന്ന് ഓർത്താ കേട്ടോ നമ്മൾ കയറി കൊളുത്തി. നമ്മുടെ കാലിൻ ചൂടില്ല കേട്ടോ. അതേ ഇതുണ്ടോ വാകയും പാർപ്പോടെ നിൽക്കുന്നുണ്ട്. എന്നോ വാകയാ നോക്കി, എൻ്റെ പൊന്നോ, എന്നെ വാനാ നോക്കി. ഇവിടെ വേണം ഗിലി ഇവിടെ വേണം. എൻ്റെ പൊന്നോ, വാക എന്നൊക്കെ പറഞ്ഞാൽ അന്യ സാധനം കേട്ടോ. അന്യ വാകയാണ്. ഇതുണ്ട്, കുഞ്ഞുങ്ങൾ പോകുന്നുണ്ടോ? ഇവിടെ നോക്കി കുഞ്ഞുങ്ങൾ പോകുന്നുണ്ടോ? ഇവന് ഇത്ര നേരം നമ്മൾ സത്യത്തിൽ അവിടെ നിന്നപ്പോഴത്തേക്കും ചുമ്മാ അടിച്ചാ കേട്ടോ. പക്ഷെ ഈ സാധനം ഇതാണെന്നുള്ളവരെ അറിയത്തില്ലായിരുന്നേ. ആ വരുന്നുണ്ടോ? എന്നെ രസം നോക്കി. ഇത്രയും ക്ലോസപ്പിൽ ഒരു പക്ഷേ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല. നോക്കി വാക നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇത് എന്തായാലും ഇതിൻ്റെ മേളിൽ ഇവിടെയായിട്ട് വാക നിൽക്കുന്നു കേട്ടോ. അതിവിടെ ഇതിൻ്റെ അടിയിലാണ്. അത്യാവശ്യം വലിയൊരു 2 ഉണ്ട് കേട്ടോ. അടിപൊളി 2 ഓക്കെ. നമ്മൾ സത്യത്തിൽ ഇവിടെ ചൂണ്ടിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഈ സൈഡിൽ അനങ്ങുന്ന കണ്ടിട്ട് കേട്ടോ നോക്കിയത്. അപ്പോൾ എന്തായാലും വാകയും കുഞ്ഞുങ്ങളുമാണ്. അവരിനകത്തിരുന്നോളും. നമുക്ക് നേരെ വാളയ്ക്ക് കാസ്റ്റ് ചെയ്യാം. പക്ക വ്യൂ കേട്ടോ. കൃഷിയായിട്ട് റെഡിയാക്കി ഇട്ടേക്കുവാണ്. നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. ഹൺഫിഷിൻ്റെ കോമ്പസ്, അതുപോലെ തന്നെ ഷിമാന ഫിക്സിൻ്റെ റീല്, പിന്നെ നമ്മുടെ ഇതുണ്ടോ 70-75 രൂപ വിലയുള്ളൂ ചെറിയൊരു സ്പൂൺ ലൂർ കേട്ടോ. ഇതൊരു 10-4000 രൂപയാവും. ഇത് ഇത്രയും മൊത്തം കൂടെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ കൂടി ഒരു 4000 രൂപയുടെ സാധനമുണ്ട്. അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചേ വാള സൂപ്പർ വാളയാ. ഇങ്ങോട്ട് ഓടുക കേട്ടോ അവൻ. ഇത് ഈ വർഷത്തെ ആദ്യത്തെ വാളയാ. പിന്നെ ഇതുവരെ വാള കിട്ടിയത് പൊങ്ങുന്നില്ലല്ലോ. പോവാ എന്തുകൂടെ വാളെ ആടാ. ചെറിയ ഹുക്കേ ഉള്ളെന്ന് തോന്നുന്നു. അയ്യോ, പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ വാളയാ. അയ്യോ ഇല്ല നിൽക്കട്ടെ, നിന്നിട്ട് പൊക്കി കയറ്റാം, അതേ കണക്കുള്ളൂ. വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അയ്യോടാ ഇല്ല പോകത്തില്ല. കണ്ണായിട്ടാ കയറിയത്. അടിപൊളി കേട്ടോ. നമ്മളൊരു വാളനെ കുറേ ദിവസമായിട്ട് നമ്മൾ ട്രൈ ചെയ്തതാണ്. ഒരു വാളയെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. അതെ അതിൻ്റെ കണ്ണിക്കൂടെയാണ് കയറി കേട്ടോ. അടിപൊളി സാധനമായിരുന്നു. അയ്യോ, പക്ക ഹുക്കായിപ്പോയി. അതിൻ്റെ കണ്ണിക്കൂടെയാണ് കയറിയത്. ഒരു 1 കിലോ കാണുമായിരിക്കും അല്ലേ? ഇതിൻ്റെ വായിൽ ഭയങ്കര പല്ല കേട്ടോ. നേരെ ഇതാണ് അവിടെ വാള. ഏകദേശം ഒരു 1 കിലോ കേട്ടോ, അത്രേ കാണത്തുള്ളൂ. അടിച്ചിരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ സ്പൂണിൽ കുറയിലാണ് അടിച്ചേക്കുന്നത്. സ്പൂണിൽ കുറയിൽ കണ്ടല്ലോ.
ഇതുണ്ടോ ഇതിൻ്റെ വായൊക്കെ ഉണ്ടോ അന്യ വല്ല കേട്ടോ. പക്ഷെ പുറത്ത് കണ്ണയിലാണ് ഉടക്കിയേക്കുന്നത് കണ്ടോ. ഇവിടുത്തെ കണ്ണയിലിട്ടാണ് കയറി ഉടക്കിയത്. അന്യായ ഫൈറ്റായിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ ഇതുപോലത്തെ ഒരു സാധനത്തിന് നമ്മൾ ഇത്രയും ഫൈറ്റിൽ പിടിച്ചിട്ടില്ല. അത്യാവശ്യം വലിയൊരു വാളാണ് എനിക്ക്. അതുപോലെ തന്നെ നമ്മുടെ റോഡെന്ന് പറയുന്നത് ഹൺഫിഷിൻ്റെ കോമ്പസ് എന്ന് പറയുന്ന റോഡാണ് കേട്ടോ. അതുപോലെ തന്നെ ഷിമാനോ എഫക്സിൻ്റെ റീല്, പിന്നെ നമ്മുടെ ലൂർ കേട്ടോ, സ്പൂൺ ലൂർ. ഏകദേശം ഇതെല്ലാം സാധനം മേടിച്ചിട്ട് നമ്മൾ കോട്ടയത്തെ ഇസാ ഫിഷിങ് ടാക്കിൾസിൽ നിന്നാണ് കേട്ടോ. ഇത് ഏകദേശം 70 രൂപയോളം വരുന്ന ഒരു സ്പൂൺ ലൂറാണ്. അതിലാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. സ്പൂൺ റിലീസായിട്ടുണ്ട്, അത് കണ്ണി കയറിയുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ നേരെ വലയ്ക്കകത്തേക്ക് ആക്കിയേക്കാം. ഞാൻ ഓർത്ത് പോയെന്നാണ് വിചാരിച്ച കേട്ടോ, കാരണം അത്രയ്ക്ക് ടൈറ്റ് ഹുക്കായിരുന്നു. ഇത് കണ്ടോ സാധനം കണ്ടോ നിങ്ങൾ? സൂപ്പർ. ഇങ്ങനെ നേരെ അതിലേക്ക് താക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ ഒരുത്തരം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പ്രോഗ്രാം തീരുകയാണ്. നമ്മുടെ കോമ്പസയിൽ അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. സാധനം പക്ക ഫൈറ്റായിരുന്നു. ഓക്കെ, അതെ നമ്മുടെ മീൻ അത്യാവശ്യം ഒരു 1.5 കിലോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി. ഹലോ, അപ്പോൾ നമ്മുടെ വാള ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ പിടിച്ചാണ്, നമ്മൾ 2 എണ്ണത്തിന് കിട്ടിയത്. 1 എണ്ണം നമ്മുടെ കൂടുതൽ നാളേന് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മീനെ കാണിച്ചു തരാം. നമ്മളതിനെ ഇന്ന് കറി വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ. കറി വെച്ചാലും വറുത്താലും ഒക്കെ അടിപൊളിയാണ്. പിന്നെ വേറെ ഡിഷ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ മീനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മീനെ കാണിച്ചു തരാം. ഇതേണ്ടോ ഒരു കവറിനകത്ത് നമ്മൾ ചുരുട്ടി മടക്കിയിട്ടൊക്കെ കേട്ടോ. നമ്മുടെ സിങ്കിനകത്ത് കിടക്കുന്നുണ്ട്. ഉണ്ടല്ലോ എൻ്റെ പോലെ വളർത്തി ചുരുട്ടി ഒടിച്ച് മടക്കി വെച്ചാൽ കേട്ടോ. ഇവരുടെ ഫ്രിഡ്ജിനകത്ത് ഇടയില്ലാഞ്ഞുകൊണ്ട് ഒടിച്ച് മടക്കി വെച്ചേക്കുമായിരുന്നു. പല്ലും ഇത് കണ്ടല്ലോ നിങ്ങൾ, എന്തേരം പല്ലാന്ന് നോക്കിയേ. അടിപൊളി ആരം പോലെയാ. ഇതിൻ്റെ വായ്ക്കകത്ത് പോകുന്ന മീനിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് കേട്ടോ. അവനെ അതുപോലെ ക്രഷ് ചെയ്ത് കളയും സാധനത്തിനെ. ഇതുണ്ടോ വളഞ്ഞു കിടക്കണം. നേരെയാക്കാൻ ഇവിടുത്തെ ഐസ് വിട്ടിട്ടില്ല. ഐസ് വിട്ടിട്ടില്ലേ? അല്ല, ഐസ് കട്ടയാണ് കേട്ടോ. അതുകൊണ്ട് നല്ല കട്ട പിടിച്ചിരിക്കുവാണ്. ഇതിനെ നേരെ ആക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കേണ്ടി വരും കേട്ടോ. അമ്മാതിരി സാധനം ഇത് വളഞ്ഞിരിക്കുന്നത് കേട്ടോ. തലയെ പിടിച്ചിട്ട്. അപ്പോൾ നമ്മുടെ അലക്കുകളിലേക്ക് കൊണ്ട സാധനത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ചെടുക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് തേച്ച് ഇവൻ്റെ ഈ സംഭവം ഈ കളറൊക്കെ ഇങ്ങ് മാറ്റാൽ മതി. തൊലിപ്പുറത്തെ ആ സംഭവമൊക്കെ തേച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അത്യാവശ്യം കല്ലിലിട്ട് ഉരച്ച് കഴിഞ്ഞാൽ റെഡിയാവും. ഇതിങ്ങനെ ഉരയ്ക്കുക കേട്ടോ. സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ സ്ക്രബ്ബർ ഇട്ട് അരച്ചാലും മതി. സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് മതി എന്നാണ് നമ്മുടെ മെയിൻ കുക്ക് പറയുന്നത് കേട്ടോ. അതേ സമയം കണ്ടോ 11:30. എനിക്ക് വേറെ പരിപാടിയുണ്ടേ. പടപടയെന്ന് കുക്ക് ചെയ്യണം. ഞാൻ പറയട്ടെ, ഇതൊക്കെ ഒരാൾ മേളിൽ നിന്ന് കാണുക കേട്ടോ. ഇത് താഴെ തേക്കുന്നു. താഴോട്ട് അടുപ്പിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് അതേ ഒരാൾ വരുന്നുണ്ടോ. ഇനി വെട്ടുമ്പോഴേ വരും. ആ കറുത്ത കളറെല്ലാം നല്ലപോലെ ഇളകി പോകുന്നുണ്ട്. ഇതിന് പെയിന്റ് അടിച്ചതാണോ ഇതിന്? ഒരാൾ ഉരച്ച് പോയ കളറുകൾ കേട്ടോ. ഇതിൽ കളർ ഇളകുന്നുണ്ടോ എൻ്റെ പൊന്നെ. അവൻ്റെ ചെറിയ ഇതാണ് കേട്ടോ, സ്കെയിൽസ് ആണ്. അതാണ് ഈ ഇങ്ങനെ ഇത് പോകുന്നത്. മറ്റേ തല മുറിച്ചെടുക്കാവേ. നമ്മൾ ഈ പീസ് ആയിരിക്കും കേട്ടോ കറി വെക്കാനായിട്ട് എടുക്കുന്നത്. കുറച്ച് കറി വെക്കില്ല, നമ്മൾ ഫ്രൈ ചെയ്യാം അല്ലേ. ഫ്രൈ. അപ്പോൾ നമുക്ക് കറി വേണ്ട, ഫ്രൈ ചെയ്യാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യാം. നീ ഇടയ്ക്കിടയ്ക്ക് പറയത്തില്ലേ ഞാൻ പിടിക്കുന്ന മീൻ ചെറുതാണ്. ഇപ്പം എങ്ങനെയുണ്ട് അത് കാണിച്ചേ, ഇങ്ങോട്ട് കാണിച്ചേ. നേരെ നിവർത്തി പിടിച്ചേ. അല്ലോ ഇത്ര ഉണ്ട് കേട്ടോ സാധനം. ഓക്കെ, പിന്നെ ഒരു തലയൊന്ന് കാണിച്ചാൽ വാളത്തല അടിപൊളി. ഇത്രയും സാധനമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. ഇത്രയും സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 പീസ് നമ്മുടെ ഒരു ചെറിയൊരു ഉരുളിക്കകത്തുള്ള 2 പീസാണ് നമ്മൾ വറക്കാനായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് മൊത്തം നെയ്യാണ് കേട്ടോ. ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് ഫുള്ള് ഈ മീൻ ഫുള്ള് നെയ്യാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇത് സദ്യ വറക്കാനാണെങ്കിൽ ഇതിൻ്റെ പീസാക്കി മുളകും തെച്ച് ഇതിലേക്ക് വെച്ച് ഉപ്പൊക്കെ ഇട്ട് വെറുതെ പാനിലോട്ട് വെച്ച് കൊടുത്താൽ നെയ്ക്കകത്ത് തന്നെ കിടന്ന് വളർന്നോളൂ കേട്ടോ. അപ്പോൾ പീസാക്കുകയാണ് ബാക്കി. യെസ്,
ഓക്കെ. കൊള്ളാം. അപ്പോൾ നമ്മൾ നമ്മുടെ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പീസ് അതിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു നാരങ്ങ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഈ പറഞ്ഞ ഈ ഇത് തേക്കുന്നത് കേട്ടോ, ഈ അരപ്പ് തേക്കുന്നത് കേട്ടോ. കുഴക്കണ്ടേ കാന്തി? അല്ല, എന്ത് വെച്ചാൽ നമ്മൾ അങ്ങനെ കുഴക്കുന്നത്? എണ്ണ ഒഴിക്കുമോ? എണ്ണ വേണേ എണ്ണ ഒഴിക്കാം, വെള്ളം വേണേ വെള്ളം ഒഴിക്കാം. ആ, അപ്പോൾ എണ്ണ ഒഴിച്ച് നമ്മൾ കുഴക്കാൻ പോകും. അങ്ങനെയാണോ? ചിലപ്പോൾ അങ്ങനെ ഉപ്പ് നോക്കാവോ? എന്റെ അമ്മേ, ഞാൻ എരുവാണോ? കാശ്മീരി ചില്ലി അല്ല, അതുകൊണ്ടാണ്. അമ്മേ, ഇതെല്ലാത്തിനും നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ല എരിവാ കേട്ടോ. എൻ്റെ പൊന്നോ, അതുപോലെ ഉപ്പും പുളിയും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര എരിവുണ്ട്. എന്തായാലും അത് കുഴച്ച് റെഡിയാക്കട്ടെ. കുറച്ച് നേരം കൈ മുറിഞ്ഞിട്ടുണ്ടെ കൈ നീറുകയും ചെയ്യും അല്ലേ? മറ്റേ വാള പിടിച്ചപ്പോഴത്തേ വാളയുടെ തലയ്ക്ക് പിടിച്ചപ്പോൾ കൈ മുറിഞ്ഞായിരുന്നു അല്ലേ കാന്തി? ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആണോ? ഫ്രിഡ്ജിൽ വെച്ചാലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. കുറേ സമയത്തേക്ക് നമ്മൾ എന്തായാലും ഇത് ഇതുപോലെ വെക്കും. വച്ചതിന് ശേഷം നല്ലൊരു അരമണിക്കൂർ കേട്ടോ. അതിന് ശേഷം നമ്മളിതെടുത്ത് ഫ്രൈ ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും, ഒരു സംശയമില്ല. നമുക്ക് നോക്കാം. നമ്മുടെ മീൻ ഫ്രിഡ്ജിൽ നമ്മൾ എടുത്തേക്ക് പോകണം. നമ്മൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, കാന്തിയുടെ കയ്യിൽ വാളയുടെ പല്ല് കൊണ്ടുപോകാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. അത് കണ്ടോ, കീറിയിരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, കറക്റ്റായിട്ട് ഒരു വര പോലെ കീറിയിരിപ്പുണ്ട് കേട്ടോ ഫുള്ള്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ മീനെ ഓരോന്നായിട്ട് എടുത്ത് വെക്കാവേ. ദൈവമേ, ക്യാമറയിൽ കിട്ടുന്നു കേട്ടോ. വല്ലാത്ത പണിയായി പോയി. ഇതെന്നാ പറ്റുന്ന വെള്ളത്തിന്റെ അംശമാണോ? എൻ്റെ കയ്യിൽ വീണ്ടുണ്ട് കേട്ടോ. പക്ഷെ വലിയ ചൂടല്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ എന്തായാലും ഈ ക്യാമറ തൂക്കുവാണ് കേട്ടോ, തുടയ്ക്കുവാണ്. അത് നമ്മുടെ മീനെല്ലാം വെച്ച് മൊത്തം വെച്ചിട്ടില്ല. ഒരു 3 പീസോളം മിച്ചമുണ്ട്, അത്ര ഇടയേ ഉള്ളൂ. ഞാനപ്പോൾ ഈ ക്യാമറ തുടയ്ക്കട്ടെ. ഒരാൾ വാതിൽ തുറന്ന് കയറി വരുന്നതാണ്. ബേബി, എന്നാ പോവാ ബേബിയെ? ഇത്ര നേരം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ, പുള്ളി പുറത്തായിരുന്നു. ഇപ്പൊ എന്ത് വാതിൽ അടയ്ക്കോ കേട്ടോ? അടയ്ക്കോ തുറക്കോ? എന്നാ ബേബി? അതേ പിടിച്ചില്ല. പുള്ളിക്ക് മീൻ പറക്കുന്ന കാണാൻ വേണ്ടി വന്നേക്കോ കേട്ടോ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനൊക്കെ. നോക്കിയേ, നോക്കിയേ, ഹായ് നോക്കിയേ. ഹായ് ഹായ്, ടാറ്റ ടാറ്റ കൊടുക്കും. ടാറ്റ ടാറ്റ ടാറ്റ. ആ അതോ മിമി, മിമി വറക്കാം നമുക്ക്. ഇതാ കുഴിമന്തി മേടിക്കട്ടെ മിമിയുടെ. അതെ, നമ്മുടെ വാള റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അതെ, കാണിച്ചു തരാം. ഈ കാണുന്നത് നെയ്യാണ് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ നെയ്യുണ്ട്, നല്ലപോലെ നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച എണ്ണയെക്കാളും കൂടുതലാണ് ഇപ്പോൾ അതിനകത്ത് കിടക്കുന്ന ക്വാണ്ടിറ്റി. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ നെയ്യ് ഉരുകി ഇറങ്ങുന്നതാണ് കേട്ടോ. നോക്കി അല്ലേ? അത് അവിടെ നീ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഒരു പീസ് മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സവോളയും ഉണ്ടോ. നല്ല ചൂടാട്ടോ.
നോക്കി അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് സവോളയും കൂടെ കൂട്ടി നമ്മൾ എടുത്തേക്കും കേട്ടോ. നോക്കി അപ്പം ബാക്കി എനിക്ക് കുറച്ചുകൂടെ ഒന്ന് വറക്കാനുണ്ട്. പിന്നെ ഞാൻ ചോറെടുത്ത് നേരെ കഴിയും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ആറ്റുമീനൊക്കെ എപ്പോൾ വറുത്താലും അത് ഒരു ഗ്യാരണ്ടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതിലേക്ക് ബൈ.